നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കായംകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള CPM മുൻ MLA യു പ്രതിഭയുടെ ആവശ്യം തള്ളി ആലപ്പുഴ ജില്ലാ നേതൃത്വം. വക്കീൽ ഓഫീസ് തുറന്ന് കായംകുളത്ത് തന്നെ പ്രവർത്തിക്കാൻ യു പ്രതിഭ താൽപര്യം അറിയിച്ചിരുന്നു. കായംകുളം ഏരിയ കമ്മിറ്റി അംഗമായ പ്രതിഭയോട് പ്രവർത്തനം തകഴിയിലേക്ക് മാറാൻ CPM നേതൃത്വം നിർദ്ദേശിച്ചു. തോൽവിക്ക് ശേഷം പ്രതിഭ നടത്തിയ പ്രതികരണങ്ങളിൽ ജില്ലാ നേതൃത്വത്തിനും അതൃപ്തി ഉണ്ടായിരുന്നു. ജില്ലാ സെക്രട്ടറി R. നാസർ ശാസിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് കായംകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള താൽപര്യം ജില്ലാ നേതൃത്വത്തെ അറിയിച്ചത്. എന്നാൽ ജന്മദേശമായ തകഴിയിലേക്ക് മാറിക്കോളൂ എന്നാണ് ജില്ലാ നേതൃത്വം നിർദ്ദേശിച്ചത്. തകഴിയിലാണ് പ്രതിഭയുടെ താമസം. കോടിയേരി ബാലകൃഷ്ണൻ ഇടപെട്ടാണ് പ്രതിഭയെ മുമ്പ് തകഴി ഏരിയ കമ്മിറ്റിയിൽ നിന്ന് കായംകുളത്തേക്ക് മാറ്റിയത്. കഴിഞ്ഞ ദിവസം വെള്ളാപ്പള്ളിക്കെതിരെ കായംകുളത്ത് മത്സരിച്ച് പരാജയപ്പെട്ട യു പ്രതിഭയും വിമർശനം ഉന്നയിച്ചിരുന്നു. തനിക്കെതിരെ വെള്ളാപ്പള്ളി പ്രവർത്തിച്ചു, ഇത് SNDP വോട്ടുകളിൽ ചോർച്ചയുണ്ടാക്കി. യഥാർത്ഥ ശ്രീനാരായണീയ തനിക്കെതിരെ പ്രവർത്തിച്ചു. കേരളത്തിൽ മൊത്തം ഇത്തരത്തിൽ പ്രതിപ്രവർത്തനം നടന്നിട്ടുണ്ടെന്നും പ്രതിഭ കുറ്റപ്പെടുത്തി. എന്നാൽ പ്രതിഭയുടെ ഈ ആരോപണങ്ങൾ CPM ജില്ലാ സെക്രട്ടറി R. നാസർ തള്ളിയിരുന്നു. 2 തവണ ആ സമുദായത്തിൽ നിന്ന് കിട്ടിയ വോട്ട് ഇത്തവണ എന്താണ് കിട്ടാഞ്ഞതെന്ന് പ്രതിഭയാണ് പറയേണ്ടതെന്നായിരുന്നു നാസറിന്റെ പ്രതികരണം. അതിന് പിന്നാലെയാണ് ആരിഫ് നിലപാട് വ്യക്തമാക്കിയത്. സംഘടിത മതന്യൂനപക്ഷങ്ങളുടെ വോട്ട് ഇത്തവണ ഒന്നാകെ UDF പക്ഷത്ത് എത്തിയതാണ് ഇടതുപക്ഷത്തിന് തിരിച്ചടിയായതെന്നാണ് വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറഞ്ഞ് ന്യൂനപക്ഷ പ്രീണനം ശക്തമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണോ ഇത്തരം പരസ്യമായ വിമർശനങ്ങളെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. സ്ഥിരമായി ഒന്നാമതെത്തിയിരുന്ന ബൂത്തിൽ പോലും മുന്നേറാനായില്ല. കായംകുളത്ത് തനിക്കെതിരെ വെള്ളാപ്പള്ളി പ്രവർത്തിച്ചു, ഇത് SNDP വോട്ടുകളിൽ കാര്യമായ ചോർച്ചയുണ്ടാക്കി. യഥാർത്ഥ ശ്രീനാരായണിയായ തനിക്കെതിരെ വെള്ളാപ്പള്ളി പ്രവർത്തിച്ചു. കേരളത്തിൽ മൊത്തം ഇത്തരത്തിൽ പ്രതിപ്രവർത്തനം നടന്നിട്ടുണ്ട്. യു പ്രതിഭ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. അതേസമയം CPM സുഗന്ധം കൊണ്ട് നാട് മുഴുവൻ നിറച്ചിട്ടും ദുർഗന്ധമാണെന്നേ ജനങ്ങൾക്ക് തോന്നിയുള്ളൂ എന്നായിരുന്നു യു പ്രതിഭ മനോരമ ന്യൂസ് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞത്. വർഗീയ പാർട്ടികൾ ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് സുഗന്ധമായി ജനങ്ങൾക്ക് തോന്നിയെന്നും പ്രതിഭ ചൂണ്ടിക്കാട്ടി. തോൽവിയിൽ ജനങ്ങളെയും പ്രതിഭ കുറ്റപ്പെടുത്തി. എല്ലാ ജാതി സംഘടനകളും ഒന്നിച്ചു മതേതര മുഖമുള്ള CPMനെ ആക്രമിക്കാൻ ശ്രമിച്ചതിന്റെ പ്രതിഫലനമാണ് തെരഞ്ഞെടുപ്പ് ഫലമെന്നാണ് അവർ പറഞ്ഞത്. അത് വരും നാളുകളിൽ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകും. ബോധ്യമുള്ള ജനങ്ങളാണെങ്കിൽ അതിൽ വീഴില്ലായിരുന്നുവെന്നും പ്രതിഭ പറയുന്നു. അതേസമയം പ്രതിഭയുടെ പ്രതികരണത്തിൽ വിമർശനവുമായി CPM ജില്ലാ സെക്രട്ടറി R. നാസർ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. യു പ്രതിഭ പറഞ്ഞത് അസംബന്ധമാണെന്നും R. നാസർ പ്രതികരിച്ചു. പ്രതിഭ തോറ്റുകഴിഞ്ഞ അസംബന്ധം പറയുന്നു. സഖാക്കൾ കായംകുളത്ത് നല്ല രീതിയിൽ പണിയെടുത്തു. തോറ്റു കഴിയുമ്പോൾ എന്തും പറയാമെന്നാണോ നാസർ ചോദിച്ചു. അതിനിടെ കായംകുളം മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായ അഡ്വക്കേറ്റ് യു പ്രതിഭ 77,348 വോട്ടുകൾ നേടിയാണ് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരുന്നത്. 6,298 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു യു പ്രതിഭ വിജയിച്ചിരുന്നത്. എന്നാൽ 15,572 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥി M. ലിജു മണ്ഡലം പിടിച്ചെടുത്തത്. യു പ്രതിഭയ്ക്ക് പക്ഷേ 61,079 വോട്ടുകൾ മാത്രമാണ് നേടാനായത്.